ഹലോ. അപ്പോൾ ദേ ഇന്ന് ഈവനിങ് നമ്മുടെ ഫുഡടിയും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയാണ്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ചെറിയ മടി. അപ്പോൾ മടി ചേട്ടായോട് പറഞ്ഞപ്പോൾ ചേട്ടായി ഓക്കെ പറഞ്ഞു. അപ്പോൾ ദേ ചിക്കൻ നേരത്തെ എത്തിയിട്ട് പൊറോട്ട ഇനി പപ്പ വരുമ്പോഴേ കൊണ്ടുവരുള്ളൂ. കാരണം പപ്പയുടെ അനിയൻ്റെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് മേടിച്ചിട്ട് വരിക. അപ്പോൾ ദേ അമ്മ ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ഇരുന്ന് ചോറൊന്ന് തിളപ്പിച്ച് വിട്ട് വെച്ചു, ഒരാൾക്കും വേണ്ടി വരില്ല. പിന്നെ നല്ല ചിക്കൻ കറി ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല ചാറിലൊക്കെ വെക്കുന്നുണ്ട്. കാരണം പൊറോട്ട തിന്നാൻ ചാറ് വേണ്ടേ. അപ്പോൾ അമ്മ പറയുക ചുറ്റും ഒന്നും കാണിക്കണ്ട, വിറകൊക്കെ അടുക്കി വെച്ചേക്കണം, ആൾക്കാരെന്താന്ന് വിചാരിക്കും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയല്ലേ അല്ലേ. അപ്പോൾ അതേ പൊറോട്ട വന്നു, നല്ല ചൂടുള്ള സോഫ്റ്റ് പൊറോട്ട കേട്ടാ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ എന്ത് ചെയ്ത ചേട്ടായി വരുന്ന കണ്ടില്ല. അപ്പോൾ പപ്പയും അമ്മയും ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പപ്പയുടെ പാവൽത്തോട്ടാട്ടോ അത്. അപ്പോൾ നാട്ടിൽ കുറച്ചിങ്ങനെ ആൾക്കാരിങ്ങനെ പറിച്ചിട്ട് പോവും, അങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടും കണ്ടിട്ടുള്ളത് കൊണ്ടും അനുഭവം ഉള്ളത് കൊണ്ടൊക്കെ നമ്മളിപ്പോൾ ചുമ്മാ ഒന്ന് പോയി നോക്കിയത്. അപ്പോൾ ഈവനിങ് ആയി കഴിഞ്ഞപ്പോൾ പപ്പ അമ്മേനെയും മോനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനും ചേട്ടായിയും പപ്പയും കൂടിയിട്ട് മാത്രമാണ് വന്നേക്കുന്നത്. ഇതുപോലെ 2-3 പപ്പ പാവലൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പറിക്കാറൊക്കെ ആവണമല്ലോ. 2-3 ട്രിപ്പ് എടുത്തു, ഇതിപ്പോൾ ഈ ട്രിപ്പ് ആവണമല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈവനിങ്. ഞങ്ങളുടെ വീട്ടിൽ പപ്പ, അമ്മ, ഞാൻ, ചേട്ടായി, മോൻ. ചേട്ടനും ഫാമിലി ഉണ്ടായിരുന്നു, അവർ മാറി താമസിക്കുകയാണ്. ഇപ്പോൾ ഒരു കൊല്ലത്തോളമായി അവർ മാറി താമസിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ ചെറിയൊരു കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എല്ലാ വിശേഷങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യും.